നമസ്കാരം. ശനിദേവൻ എന്ന് കേട്ടാൽ ആദ്യം ഏവരും ഭയക്കുന്നതാകുന്നു. എന്നാൽ ശനിദേവനെ ഒരിക്കലും ഭയക്കേണ്ടതായിട്ടില്ല. ശനിദശാകാലത്ത് നാം നമ്മുടെ കർമ്മഫലം അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം. ഇങ്ങനെ അനുഭവിക്കുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുവാൻ സഹായകരമായി തീരും. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അതിനാൽ ശനിദശാകാലം ഗുണകരവും, മറിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മോശം അനുഭവങ്ങളും വന്നു ചേരും. ഗുരുനിന്ദ, മാതാപിതാക്കളെ സംരക്ഷിക്കാതിരിക്കുക, പരിപാലിക്കാതിരിക്കുക, സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുക, ഇവരോടൊരിക്കലും ശനിദേവൻ പൊറുക്കുന്നതല്ല, ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. ശനികോപത്തിന് ഇടയാകുന്ന മറ്റൊരു കാര്യം അത് ചൂതുകളി, വാതുവയ്പ് തുടങ്ങിയ കാര്യങ്ങൾക്ക് പണം മുടക്കുന്നതാകുന്നു. ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ ശനികോപത്താൽ വന്നു ചേരും. എന്നാൽ ശനിയുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ ലക്ഷണങ്ങൾ പ്രകടമാകും എന്ന് തന്നെ പറയാം. അഥവാ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുൻപ് ശനിദേവൻ നൽകുന്ന ആ ലക്ഷണങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. നീലശംഖുപുഷ്പം. വീടുകളിൽ ധാരാളം ഉണ്ടാകുന്ന പുഷ്പമാണ് നീലശംഖുപുഷ്പം. ഒരു കാര്യത്തിനായി നാം ഇറങ്ങുന്നതായ അവസരത്തിൽ അവിചാരിതമായി നിങ്ങൾക്ക് നീലശംഖുപുഷ്പം ലഭിക്കുന്നു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ശനിദേവന്റെ അനുഗ്രഹം, ശനിപ്രീതി ഉള്ളതിന്റെ ലക്ഷണം തന്നെയായി പരാമർശിക്കാം. പ്രസാദത്തിൽ നിന്നും ലഭിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. ഭാഗ്യം, നല്ല കാലം എന്നിവ ജീവിതത്തിൽ ആരംഭിക്കാൻ പോകുന്നതിന്റെ സൂചനയായി തന്നെ കണക്കാക്കാം. യാത്രയ്ക്കായി ഇറങ്ങുമ്പോൾ ഇവയെ കണ്ടുകൊണ്ട് ഇറങ്ങുന്നതും ഏറ്റവും ശുഭകരമാണ്. ആ യാത്രയാൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നീലവസ്ത്രം. ഒരു യാത്രയ്ക്കായി ഇറങ്ങുന്നതായ അവസരത്തിൽ നീലവസ്ത്രം അണിഞ്ഞ വ്യക്തിയെ കാണുന്നത് ഏറ്റവും ശുഭകരമായാണ് കണക്കാക്കുന്നത്. ലഗ്നശാസ്ത്രപ്രകാരം ആ വ്യക്തിക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ആ യാത്രയുമായി ബന്ധപ്പെട്ട് സംഭവിക്കാൻ പോകുന്നു എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കും. ശനിപ്രീതിയാണ് എന്ന കാര്യവും ഓർക്കുക. നാം ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ ആ യാത്രയാൽ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നു, നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഇത് ഭഗവാന്റെ അനുഗ്രഹത്തെ അഥവാ കടാക്ഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നത് ശുഭകരമാകുന്നു. മറ്റൊരു ലക്ഷണം കറുത്ത പശുവാണ്. ശനിയാഴ്ച ദിവസം കറുത്ത പശു വീട്ടിലോ വളപ്പിലോ കാണുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ശനിദേവന്റെ അനുഗ്രഹത്തെ അഥവാ കടാക്ഷത്തെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന കാര്യം ഓർക്കുക. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് പരാമർശിക്കാം. ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ വ്യക്തമായ സൂചനയായി തന്നെ ഇതിനെ കണക്കാക്കുവാൻ സാധിക്കും. എന്നാൽ യാത്രയ്ക്കിറങ്ങുന്നതായ അവസരത്തിൽ കറുത്ത പശുവിനെ നിങ്ങൾ കാണുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. അത്തരത്തിൽ കാണുന്നത് ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമാകാൻ പോകുന്നതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം. കറുത്ത നായ. ശനിയാഴ്ച ദിവസം നിങ്ങളുടെ വീടുകളിൽ കറുത്ത നായ വരുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. അത് വീടുകളിലേക്ക് തന്നെ വരണം എന്നില്ല. ക്ഷേത്ര പരിസരത്തോ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയ്ക്കായി ഇറങ്ങുന്നതായ അവസരത്തിൽ കറുത്ത നായയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് അർത്ഥമാക്കുന്നത് ശുഭകരമായ ഫലം തന്നെയാകുന്നു. ഈശ്വരാനുഗ്രഹത്തെ ശനി പ്രീതിയെയും സൂചിപ്പിക്കുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഇവയ്ക്ക് ആഹാരം നൽകുന്നത് ശുഭകരം തന്നെയാകുന്നു. ശനീശ്വരനുമായി ബന്ധപ്പെട്ട് പറയുന്ന നിറം കൂടിയാണ് കറുപ്പ്. ഇതിനാൽ തന്നെ കറുത്ത പശു, കറുത്ത നായ എന്നിവയ്ക്ക് ശനിയാഴ്ച ദിവസം വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ആലില. ആലിലയുടെ പ്രാധാന്യം ഏവർക്കും അറിയാം. നിങ്ങളുടെ യാത്രാവേളയിൽ ആലില ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. ഭഗവാന്റെ അനുഗ്രഹം, കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നും നല്ല കാലം ആരംഭിക്കാൻ പോകുന്നു, ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ
ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന അർത്ഥം ഇതിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അഥവാ ഇത്തരം സൂചനയാണ് ലഭിക്കുന്നത് എന്ന് തന്നെ നാം മനസ്സിലാക്കുക. ഭിക്ഷ കൊടുക്കുന്നത്. ശനിയാഴ്ച ദിവസം യാചകർ വീടുകളിൽ വരുന്നത് ശുഭകരമായാണ് കണക്കാക്കുക. അവർക്ക് പണം നൽകിയില്ല എങ്കിലും ആഹാരം, വസ്ത്രം നൽകുന്നത് ശുഭകരമാണ്. നിങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ നൽകുക. ധനമാണ് നൽകുവാൻ സാധിക്കുന്നത് എങ്കിൽ ധനം നൽകുക. ഇതും ശനിദേവന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയായി തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ശനിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് വരുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. ആഗ്രഹ സാഫല്യം ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്ന് അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഇത്തരത്തിൽ സംഭവിക്കുന്നതും ശുഭകരമായ ഒരു സൂചന തന്നെയായി കണക്കാക്കാം. കാക്ക. കാക്കയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ശനിദേവനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക. കാരണം ശനിദേവന്റെ വാഹനമാണ് കാക്ക. അതിനാൽ ശനിയാഴ്ച ദിവസം വീടുകളിൽ ധാരാളമായി കാക്കകൾ വരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. അതിനാൽ ഇവയ്ക്ക് ആഹാരം നൽകിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും ശനിദോഷം കുറയുവാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കാൻ പോകുന്നതിൻ്റെ സൂചനയായും ഇത്തരം ലക്ഷണങ്ങളെ കണക്കാക്കാം. നീല വസ്തുക്കൾ. ശനിയാഴ്ച ദിവസം ശുഭകരമായ ഒരു കാര്യമാണ് നീല വസ്തുക്കൾ ലഭിക്കുക എന്നത്. ഇതിലൂടെ ശനിദേവന്റെ പ്രീതിയുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശനിദേവനുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ഗ്രന്ഥം, വസ്ത്രം, വിഗ്രഹം, അങ്ങനെ ഏതൊരു കാര്യവും ശനിയാഴ്ച ദിവസം ലഭിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയാകുന്നു. ശനി പ്രീതിയാൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. മധുരം. ശനിയാഴ്ച ദിവസം നിങ്ങൾക്ക് മധുരം ലഭിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത്. ആ വീടുകളിൽ ശനി പ്രീതിയുണ്ട് എന്നും ശനിദേവന്റെ കടാക്ഷത്താൽ സാമ്പത്തികപരമോ അല്ലാതെയോ ഉയർച്ചയോ സൗഭാഗ്യങ്ങളോ തേടിയെത്താൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമായി തന്നെ ഇതിനെ കണക്കാക്കുവാൻ സാധിക്കും. ശനിദോഷം കുറയുന്നു. ശനിദോഷം കുറയ്ക്കുവാൻ ഏറ്റവും അനിവാര്യമായ ചില കാര്യങ്ങളുണ്ട്, അഥവാ ചില വഴിപാടുകളുണ്ട്. അതേക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. ശനിദോഷവുമായി ബന്ധപ്പെട്ട് വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികൾ നീലാഞ്ജനം ശനിയാഴ്ച ദിവസം തെളിയിക്കുന്നത് അഥവാ ആ വഴിപാട് നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. കൂടാതെ നിത്യവും പരമശിവനെ നിങ്ങൾ ആരാധിക്കുക. ഗുരുവായ ഹനുമാൻ സ്വാമി, അതായത് ശനിദേവന്റെ ഗുരുവായ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. കൂടാതെ ശിവകുടുംബ ചിത്രം നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവരികയും ആ ചിത്രം വീടുകളിൽ വച്ച് ആരാധിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ്. ഇത്തരത്തിൽ നിത്യവും ചെയ്യുന്നതിലൂടെ ശനികോപം അഥവാ ശനിയുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ ക്രമേണ കുറയുന്നതാകുന്നു.